കൃപാസനം ഉടമ്പടി എടുക്കാൻ വരുന്നവർ പാലിക്കേണ്ട ചില ചെറിയ ചെറിയ ടിപ്പുകളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കൃപാസനം ഉടമ്പടി എടുക്കാനുള്ള ക്ലാസ് കഴിഞ്ഞ് നമ്മൾ താഴെ കൗണ്ടറിൽ നിന്ന് നേർച്ച വസ്തുവായ കൃപാസനം പുസ്തകവും മെഴുകുതിരിയും വാങ്ങിയതിന് ശേഷമാണ് മുൻഭാഗത്തുള്ള ഈ ഹാളിലേക്ക് വരുന്നത്. ഇവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി എടുക്കുവാനായിട്ട് കൃപാസനം മാതാവിൻ്റെ ചെറുരൂപം കൈകളിലേന്തി ഘോഷയാത്രയായി കൃപാസനം ഉടമ്പടി മാതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിന്. അതിനു മുൻപായിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ആ ഷർട്ടിട്ട വ്യക്തി, നീല വരൻ ഷർട്ടിട്ട വ്യക്തി പറഞ്ഞു തരുന്നത്. നമുക്ക് തരുന്ന കൃപാസനം ഉടമ്പടി പത്രിക അത് പ്ലാസ്റ്റിക് കവറിൽ വെക്കുന്നതിന് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് അദ്ദേഹം കാണിച്ചു തരികയാണ്. കൃപാസനം ഉടമ്പടി പത്രിക നമ്മൾ 6 മടക്കണം. അതിനുശേഷം കൃപാസനം ഉടമ്പടി എടുത്ത ഒരു ഉടമ്പടി പത്രമുണ്ട്, അത് പിന്നെ അതിനുശേഷം കൃപാസനം പ്രാർത്ഥനാ പുസ്തകം, പിന്നെ ടോക്കൺ. ഇവ ഓർഡർ പ്രകാരം വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ കൃപാസനം ഉടമ്പടി പേടകത്തിനടുത്തെത്തുമ്പോൾ അത് നമുക്ക് വളരെ സഹായകരമാകും. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞ് ചെയ്യിക്കുന്നത്. അതായത് ആദ്യം കൃപാസനം പുതുക്കുന്നതിനുള്ള പത്രം പ്ലാസ്റ്ററിൽ വയ്ക്കുന്നു. അതിനുശേഷം കൃപാസനം ഉടമ്പടി പത്രിക 6 മടക്കി അതിന് ശേഷം വയ്ക്കുന്നു. പിന്നെ അതിന് മുകളിലായിട്ട് കൃപാസനം പ്രാർത്ഥനാ പുസ്തകം, അതിന് മുകളിലായിട്ട് കൃപാസനം ടോക്കൺ. ഇങ്ങനെ ഓർഡർ പ്രകാരം അത് വെച്ച് കഴിഞ്ഞാൽ കൃപാസനം ഉടമ്പടി പേടകത്തിനടുത്തെത്തുമ്പോൾ അവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം വ്യക്തമായി നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃപാസനം പ്രാർത്ഥനാ പുസ്തകം അതുപോലെ ടോക്കൺ ഇത് രണ്ടും എടുത്ത് കയ്യിൽ പിടിക്കണം. അതിന് ശേഷമാണ് അവിടെ നിന്ന് വെഞ്ചിരിച്ച കൃപാസനം മാതാവിൻ്റെ കാശ് രൂപവും അതുപോലെ തന്നെ കൃപാസനം തൈലം ലഭിക്കുക. അതിന് ടോക്കൺ അവിടെ കൊടുക്കണം. അതിനുശേഷം ആ തൈലം അവിടെ 7 നിലവിളക്കുകളുണ്ട്. ആ നിലവിളക്കിൽ കൃപാസനം തൈലം അല്പം ഒഴിച്ച് നമ്മൾ തിരി കത്തിക്കും. തിരി കത്തിച്ചതിന് ശേഷം നമ്മൾ കൃപാസനം ഉടമ്പടി പ്രതിജ്ഞ ഉണ്ട്. അതായത് മരിയൻ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന പുസ്തകം കൃപാസനം ടോക്കൺ നമ്പർ മുകളിൽ വയ്ക്കുന്നത്. ടോക്കൺ നമ്പർ അവിടെ കൊടുത്താലാണ് നമുക്ക് കൃപാസനം തൈലം കാശ് രൂപം ലഭിക്കുകയുള്ളൂ. ടോക്കൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തൈലം കാശ് രൂപം നമുക്ക് ലഭിക്കില്ല. നമ്മളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടാൻ പാടില്ല. അത് നഷ്ടപ്പെട്ടു പോയി ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരു കാര്യത്തിന് വരുമ്പോൾ അതിൽ വളരെ ശ്രദ്ധാപൂർവം വരണം. ഒരു കാര്യത്തിന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധ ഇല്ലാതെ പെരുമാറിയാൽ ഈ ടോക്കൺ നഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നമ്മൾ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് അവർ പ്രത്യേകം ഓരോ സമയത്തും ഓരോ സ്ഥലത്തും ഇതിനെക്കുറിച്ച് വിശ്വാസികളെ ബോധവാന്മാരാക്കുന്നത്. അത് നമുക്ക് അസ്വസ്ഥത തോന്നിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ വോളണ്ടിയേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ടോക്കൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൃപാസനം തൈലവും കാശ് രൂപയും ലഭിക്കില്ല. അവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അത് വെക്കേണ്ട മുറ എങ്ങനെയാണെന്നുള്ളത് അവർ പറഞ്ഞു തരണം. അതുകൊണ്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ നമുക്ക് ആദ്യം എടുത്തു കൊടുക്കേണ്ടതുണ്ട്. കൃപാസനം ടോക്കണും അതുപോലെ കൃപാസനം പ്രാർത്ഥന പുസ്തകം നമുക്ക് ആവശ്യമുണ്ട്. അവിടെ നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെല്ലണം. അപ്പോൾ അത് 2ഉം ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് മുകളിൽ വെക്കുന്നത്. അങ്ങനെ ക്രമത്തിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക്
എല്ലായിടത്തും വളരെ ഈസി ആയിട്ട് മറ്റാരോടും ചോദിക്കാതെ തന്നെ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്രത്യേകം വളണ്ടിയേഴ്സ് ഇക്കാര്യത്തിൽ നമ്മളോട് കമ്പൽ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അവിടെ പോകുന്നത് പ്രാർത്ഥനയ്ക്കും ഉടമ്പടി നിയോഗങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അവ സാധ്യമാകണമെങ്കിൽ അത് പാലിക്കേണ്ടതും നമ്മളുടെ കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ട് കാര്യം ശ്രദ്ധിക്കുക. കൃപാസനം മരിയൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വീഡിയോകൾ ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതെനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് എനിക്ക് സഹായമാകും. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൃപാസനം ഉടമ്പടി എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഉടമ്പടിയന്മേൽ ഏറ്റവും വേഗത്തിൽ ഉടമ്പടി നിവൃത്തിയാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.